അയ്യോ രക്ഷിക്കണേ, എനിക്ക് വയ്യ അമ്മ. അയ്യോ എനിക്ക് ജീവിതം അടുത്ത് എനിക്ക് എത്രയ്ക്കും വയ്യ, വേദന സഹിക്കാൻ എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കണ്ട. ഇതെന്റെ അമ്മയാണ്. ലിവർ സിറോസിസ് ബാധിച്ച് 6 മാസത്തോളം ചികിത്സയിലാണ്. എനിക്ക് കോട്ടയം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എല്ലായിടവും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിപ്പോ അനന്തപുരിയിലെ ട്രീറ്റ്മെന്റ് പൊട്ടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക, അതുപോലെ കാല് പൊട്ടി വന്നുകൊണ്ടിരിക്കുക, എല്ലാ തരത്തിലും ട്രീറ്റ്മെന്റുകളെല്ലാം ലിവർ മാറിയേ പറ്റൂ. 19 ലക്ഷത്തിന് മുകളിൽ ഒരു തുകയാണ് വേണ്ടത്. നമ്മളെല്ലാം ചെയ്ത് വർഷങ്ങളായുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് ഓരോ ചെയ്ത് വന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പൈസ കണ്ടെത്താനുള്ള വഴിയില്ല, ഈ വേദന കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. അയ്യോ ഇത് കണ്ടിട്ട് എല്ലാവരും സഹായം ചെയ്യണം. നമസ്കാരം, എന്റെ പേര് അനുശ്രീ. നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കൊല്ലത്തിന്റെ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. ആന്റി എനിക്ക് 10 വയസ്സ് മുതൽ അറിയാം. ഇപ്പം എന്ന് പറഞ്ഞാൽ ആന്റിയുടെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുക. കാരണം ആന്റിയുടെ വയറൊക്കെ നമ്മൾ അറിയാം, ബ്ലീഡിങ്ങും ബ്ലഡ് പസ്സൊക്കെ ആയിട്ട് പോവാ. അതുപോലെ നല്ല ബ്ലഡ് സോർ ഉണ്ട്. ഫുള്ള് കാലായാലും കാലും വയറൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണം. ഇപ്പം താമസിക്കുന്ന തന്നെ വാടക വീട്ടില്ല, എത്ര നാളുകൊണ്ട് വാടക വീട്ടില്ലാന്നറിയാം. എന്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ കൊടുത്ത് സഹായിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോ ആന്റിന്റെ അടുത്ത് കൈപിടിച്ച്, മോളെ നീ പെട്ടെന്ന് പഠിച്ചിട്ട് ഇറങ്ങണം, എന്നെ നീ നോക്കണം, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, കിടക്കാക്കുന്നില്ല, വയറിങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ചരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ കണ്ട് വരുമോന്നറിയാം. അപ്പൊ അവരുടെ മനസ്സായാലും അവരുടെ ഫുൾ ഈ ഒരു അമ്മയില്ലാത്ത നമുക്കറിയാം, ഒരു വീട് കഴിഞ്ഞു പോകത്തില്ല അമ്മയില്ലെങ്കിൽ. അമ്മയില്ലാത്ത ബുദ്ധിമുട്ട് അങ്ങനെയാണ്. അപ്പൊ എല്ലാരെയും കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക. 10 രൂപ എങ്കിൽ 10 രൂപ കൊടുത്ത് സഹായിക്കുക. ഞാൻ അയ്യൂബാണ്. വളരെ അർജന്റ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. തട്ടിമാറ്റി കളയരുത്. വളരെ ദയനീയമായ കാഴ്ച, കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയില് ഈ അമ്മയുടെ മുമ്പില് ഞാനൊന്ന് ചെന്ന് നിന്നപ്പോ ആ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞത്, എന്റെ ജീവനൊന്ന് രക്ഷപ്പെടുത്തി തരണേ, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല മോനെ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കരയുന്ന കാഴ്ച കണ്ടിട്ട് നെഞ്ചു പൊട്ടിപ്പോയി. അത്ര ദയനീയ. ഞാൻ ആലോചിച്ചു പോയി, ഈ മകളും ഈ പിതാവും ഒക്കെ എങ്ങനെയാണ് ഈ അമ്മയുടെ ഈ കരച്ചില് കണ്ട്